തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായില്ല. LDF ഭരണസമിതി ഇടപെട്ട് പദ്ധതി മറ്റൊരിടത്തേക്ക് അട്ടിമറിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന് പെരുമ്പുഴ പാടശേഖരത്താണ് ജലശുദ്ധീകരണശാലയ്ക്കായി സ്ഥലം കണ്ടെത്തിയത്. 9 വർഷങ്ങൾക്കിപ്പുറം ജലസംഭരണി പദ്ധതി വെറും ജലരേഖയായി മാറിയെന്നാണ് ആക്ഷേപം. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന പെരുമ്പുഴ പാടശേഖരത്തിലാണ് 2014 അന്നത്തെ കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമിടുന്നത്. പദ്ധതി നിലവിൽ വന്നാൽ അരിമ്പൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്നായിരുന്നു പ്രഖ്യാപനം. 2,38,00,000 രൂപ ചിലവിൽ കുളം സംരക്ഷണവും 2 കിണറും ഫിൽറ്ററിംഗ് പ്ലാന്റും സ്ഥാപിച്ച ശുദ്ധജല വിതരണമായിരുന്നു ലക്ഷ്യം. ഇതിനു മുന്നോടിയായി നിലവിൽ പാടശേഖരത്തിലുണ്ടായിരുന്ന കുളം 20 ലക്ഷം രൂപ ചിലവഴിച്ച് വൃത്തിയാക്കി. കുളത്തിന് 27 മീറ്റർ വീതിയും 75 മീറ്റർ നീളവുമുണ്ട്. പദ്ധതിക്കായി 61 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് ഡെപ്പോസിറ്റും നൽകി. മൊത്തം 81 ലക്ഷം രൂപ ചിലവഴിച്ചു. തുടർന്ന് LDF ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ പദ്ധതി ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചു. ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ വിഷാംശമുണ്ടെന്ന് പറഞ്ഞ് പദ്ധതി ഇറവ് കപ്പൽ പള്ളിക്ക് മുന്നിലെ ചാലുകുളത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു വികസനം അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം മാത്രം മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയ പരിപാടി രാഷ്ട്രീയ പ്രേരിതമായി ഇത് വിവിധ കാരണങ്ങളാൽ പറയുന്നത് ഇതിലത്തെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല, വിഷാംശമുണ്ട്, അതുപോലെ തന്നെ റോഡ് വികസനത്തിന് തടസ്സമായി എന്നുള്ളതൊക്കെയാണ്. ഇറവ് കൈപ്പള്ളി അകമ്പാടത്ത് നിന്ന് ഓവുചാലിലൂടെയാണ് ചാലുകുളത്തിലേക്ക് വെള്ളമെത്തുക. കാലങ്ങളായി ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് വൃത്തിഹീനമായി കിടന്നിരുന്ന ചാലുകുളം ആഴം കൂട്ടി നവീകരിച്ച് സമീപ പ്രദേശത്ത് ജലലഭ്യത കൂട്ടുക മാത്രമാണ് ചെയ്തതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ പറയുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് MLA ഫണ്ട് മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ഈ ചാലുകുളം കുള നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവിടേക്ക് ഫിൽറ്ററിംഗ് പ്ലാന്റും മാറ്റി സ്ഥാപിച്ചിട്ടില്ല. പദ്ധതി നടത്തിപ്പിലെ ഇടപെടൽ മൂലം 60 ലക്ഷം രൂപയും നഷ്ടമായി. ആ പദ്ധതിക്ക് ഉപയോഗിച്ചിരുന്ന 60 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷവും അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷവും വാട്ടർ അതോറിറ്റി നിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത്. ആ തുക അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ കുളമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിനോ മറ്റുള്ള പ്രവൃത്തികൾക്കോ ഒന്നും എടുക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ല. പദ്ധതി മാറ്റിയതിനേക്കാൾ ദുരിതത്തിലാക്കിയത് ദേശീയപാതയിൽ ആദ്യം പണിത കുളത്തിന്റെ സംരക്ഷണ ഭിത്തി കെട്ടാത്തതാണ്. ദേശീയപാതയോട് ചേർന്ന കുളത്തിന്റെ സംരക്ഷണ ഭിത്തി കെട്ടാതായതോടെ വൻ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത്. പാതയോരത്ത് അപകടക്കെണിയൊരുക്കുന്ന ജലസംഭരണിക്ക് സംരക്ഷണ ഭിത്തി കെട്ടാൻ PWD അധികൃതരും മുതിരുന്നില്ല. ഒരു ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് കണ്ണു തുറക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം പഴിചാരുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് പാവം ജനങ്ങളാണ്. വേനൽ കടുക്കുന്നതോടെ വലിയ ആശങ്കയാണ് വരുന്നത്. 9 വർഷം കഴിഞ്ഞിട്ടും കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന്റെ നിരാശ പങ്കുവെക്കുകയാണ് ജനങ്ങൾ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. 9 വർഷമായിട്ട് ഇവിടെ ഈ കുഴി കുത്തിയോണ്ട് ഇപ്പോൾ ഒരു ഗുണം ഉണ്ടായത് ഞങ്ങൾക്ക് ഈ കരക്കേക്ക് ഈ കുഴി കുത്തി ഇതിൽ വെള്ളമായതിനു ശേഷം കരക്കേക്ക് വെള്ളത്തിന് ഇപ്പോൾ ക്ഷാമം വന്നിട്ടില്ല. പക്ഷെ ആ ഒരു പദ്ധതി ഇവിടെ ആർക്കും ഇല്ലാണ്ട് ഇവിടെ കെടുക്കണം. ഇതിൽ വെള്ളം മാസത്തിലൊരിക്കൊക്കെ ചാലു മുഖേന ഇതിൽ എത്തിപ്പെടാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരുപാട് വീട്ടുകാർക്ക് വെള്ളത്തിന് ഒരു ക്ഷാമമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കുളം ഇത്തിരി ഇപ്പൊ ചണ്ടിയൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വൃത്തിയാക്കി അതിൽ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനോ പല കാര്യങ്ങൾക്കും ഈ കുളം ഉപയോഗിക്കാം. നമുക്ക് ഈ കുളം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് 4 കൊല്ലമായിട്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചാലിലേക്ക് എല്ലാ വർഷം വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് വരെ കാരണമാണ് ആ ടൈറ്റ് ഇല്ലാത്തതിന്റെ കാരണം. ഞങ്ങൾക്ക് ഇതുവരെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇന്നുവരെ ഉണ്ടായിട്ടില്ല.